നമ്മുടെ കുട്ടികൾ, അതായത് കൂടുതലും പെൺകുട്ടികളിലാണ് നട്ടലിലുള്ള അസ്വാഭാവികമായ വളവ് അഥവാ സ്കോളിയോസിസ് കണ്ടുവരുന്നത്. സാധാരണ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ രണ്ട് ഷോൾഡേഴ്സ് ലെവലായിരിക്കും, ശരീരത്തിൻ്റെ ഷേപ്പ് രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കും, ഹിപ്പ് എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷേ സ്കോളിയോസ് വരുമ്പോൾ നട്ടല് നമ്മൾ നേരെ നോക്കുമ്പോൾ നട്ടൽ ഒരു വശത്തേക്ക് വളഞ്ഞു പോകും. അപ്പോൾ ഷോൾഡർ ഒരു വശം ചരിഞ്ഞ് നിൽക്കും, നമ്മുടെ ഷേപ്പ് രണ്ട് സൈഡ് ഒരുപോലെ ആയില്ല, ഒരു ഹിപ്പ് തള്ളി നിൽക്കും. പിന്നെ കുനിയുമ്പോൾ ഒരു ബൾജ് കാണും, ഒരു കൂന് പോലെ കാണും. ഇത്രയും ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ സ്കോളിയോസിസിൽ കണ്ടുവരുന്നത്. അത് നമ്മുടെ കൗമാരത്തിൽ പൊക്കം വയ്ക്കുന്ന പ്രായത്തിലാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ജന്മനാലുള്ളതുണ്ട്, അഡൽട്ട് ആയവരിലുണ്ട്, അതെല്ലാം വേറെ സ്കോളിയോസിസ് ടൈപ്സ് ആണ്. കൂടുതലും കൗമാരക്കാരിലുള്ള സ്കോളിയോസിസ് ആണ് കണ്ടുവരുന്നത്. ഇതുകൊണ്ട് കുട്ടികൾക്ക് വളവ് കൂടുന്നതനുസരിച്ച് അവരുടെ ശ്വാസകോശത്തിലോട്ട് ഈ പ്രഷർ വരികയും അതിന് ശ്വാസകോശത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും കിതപ്പുണ്ടാവുകയും ഒക്കെ ചെയ്യാം. കൂടാതെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ അവരുടെ കോൺഫിഡൻസ് കുറയാം, അവരുടെ മനോനിലയെ തന്നെ ഇത് ബാധിക്കാം. അപ്പോൾ ശാരീരികമായിട്ടുള്ള ആകാര വടിവില്ലാത്തതിനാൽ അവർക്ക് മാനസികപരമായി പല ബുദ്ധിമുട്ടും വരാറുമുണ്ട്. അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുമുണ്ട്. പിന്നെ ഇത് കുടുംബത്തെ തന്നെ ആകെ ഒന്ന് ഒലയ്ക്കാറുണ്ട്. അമ്മയ്ക്കും അച്ഛനും എല്ലാം മാനസികമായിട്ട് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എല്ലാവരിലും സർജറി ആവശ്യമില്ല. ബെൽറ്റ് ഇട്ടിട്ട് നമുക്ക് നിവർത്തിയെടുക്കാനുള്ള ചികിത്സ നിലവിലുണ്ട്. പക്ഷേ അതിലും അതിലും വലിയ അളവുള്ള കുട്ടികളാണ് നമ്മൾ വിജയകരമായി സർജറി ചെയ്യുന്നത്. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ ഇവർക്ക് പഴയ ആകാരവടിവ് നേടിയെടുക്കാനും അവരുടെ കോൺഫിഡൻസും അവരുടെ പിൽക്കാലത്തുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിക്കും.